ഹലോ എല്ലാവർക്കും പ്രാണ ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഡയറക്ഷൻ ചെയ്യുന്ന കരം എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അതുപോലെ റിട്ടൺ ബൈ നോബൽ തോമസ്, അദ്ദേഹമാണ് ഈ സിനിമയുടെ ആക്ടർ. ഈ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നോബൽ തോമസും ജോണി ആന്റണി, മനോജ് കെ ജയൻ, കലഫം ഷാജോൺ, ബാബുരാജ് എന്നിവരാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗിലുള്ളത്. കാസ്റ്റിംഗിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവാൻ ആയിരുന്നല്ലേ, പഴയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാണ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ വില്ലനും. അദ്ദേഹത്തിന്റെ റോള് വേറെ ലെവല് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. സ്ക്രീൻ പ്രസൻസ് നല്ല രസമുണ്ടായിരുന്നു. ഒരു ബോളിവുഡ് സ്റ്റൈലിൽ ഒരു നല്ലൊരു വില്ലൻ ക്യാരക്ടറിനെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ വിചാരിച്ചു പോയി ഇത് ഏതെങ്കിലും ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് കൊണ്ടുവന്ന ആക്ടർ ആണോന്ന്. വേറെ ലെവലുണ്ടായിരുന്നു. ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒന്നും ഇന്ത്യയിലല്ല, എല്ലാം വെളി രാജ്യങ്ങളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് നമ്മളടുത്ത് കോമൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മലയാള സിനിമയിൽ ഇപ്പൊ ഒരു എമ്പുരാൻ കഴിഞ്ഞിട്ട് ഒരു ബോളിവുഡ് സ്റ്റൈലിൽ ഒരു ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ വിനീത് ശ്രീനിവാസൻ എപ്പോഴും എടുക്കണ പോലത്തെ ഒരു നോർമൽ ഫാമിലി പടം അല്ല. ഫാമിലി ആണെങ്കിലും പക്ഷെ ഇതൊരു ആക്ഷൻ, ഒരു നല്ലൊരു ഡ്രാമ പടമാണ്. എനിക്ക് ഈ പടം ഫസ്റ്റ് ഹാഫ് ഒരു ലെവൽ ഇങ്ങനെ ഡൗൺ ആയിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫ് കൊണ്ട് നല്ല ഹൈപ്പിൽ കയറ്റിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്ന സിനിമ. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ബോളിവുഡ് സ്റ്റൈലിലാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫെജോ എല്ലാം ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു എന്ത് പറയാനാണ്, ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ നമ്മൾ എങ്ങനെ കാണും ആ ഒരു ലെവലുണ്ടായിരുന്നു. മലയാള സിനിമ വേറെ ലെവലിലോട്ട് മാറുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ സിനിമ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫിയെ പറ്റി പറയാൻ ജോമോട്ടി സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ ഒരു എന്ത് പറയാനാണ്, നല്ല വേറെ ലെവലിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിനെ പറ്റി എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച ക്രൂ ഒരു വേറെ ലെവൽ ക്രൂ ആണ്. കാരണം ഇങ്ങനൊരു സിനിമ മലയാള സിനിമയിൽ തന്നെ ഒരു ബോളിവുഡ് സ്റ്റൈലിൽ കൊണ്ടുപോകാൻ വിനീത് ശ്രീനിവാസൻ നോക്കിയിട്ടുണ്ട്. അതിന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോമോണ്ടി ചാക്കോയും. അതേപോലെ തന്നെ മ്യൂസിക്കായാലും എല്ലാം ഈ ഒരു ടീം വർക്കാണ്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീം വർക്കായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് എപ്പോഴും വിനീത് ശ്രീനിവാസൻ അവിടെ എവിടെയായിട്ട് നമുക്കൊരു ക്ലാപ്പ് അടിക്കാനും അതേപോലെ ചിരിപ്പിക്കാനും അവിടെ എവിടെയായിട്ട് നമുക്ക് തരും. അതേ ഒരു ഇത് നമുക്ക് ഇവിടെയും തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ആക്ഷൻ പടത്തിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ ലെവലിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ പടം നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു സിനിമയാണ്. നിങ്ങൾ അടുത്തുള്ള തിയേറ്റർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി കാണണം. ഓക്കെ, അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന ആരെങ്കിലും ഈ പ്രേക്ഷകരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ പ്രാണ ടാക്കീസ് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സുഹൃത്തുക്കളെ.